നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷനിലെ പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ 7 and 8 ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 7th ക്വസ്റ്റ്യൻ വായിക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? അതായത് ഒരാൾ 1,00,000 രൂപ 2 സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 7%, അടുത്ത സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ്. ഓരോ 2 സ്കീമിലും കൂടെ ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 6,750 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് X rupeesഉം രണ്ടാമത്തെ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് Y rupeesുമായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് X + Y 1 lakh rupees ആണ്. ആദ്യത്തെ സ്കീമിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ്, രണ്ടാമത്തെ സ്കീമിൽ 6% ആണ്. ഫസ്റ്റ് സ്കീമിലെ എമൗണ്ട് എക്സ് ആയിട്ടും സെക്കൻഡ് സ്കീമിലെ എമൗണ്ട് വൈ ആയിട്ടും എടുക്കുക. അതായത് ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എക്സ്, ഫസ്റ്റ് സ്കീമിലെ എമൗണ്ട് എക്സ്, സെക്കൻഡ് സ്കീമിലെ എമൗണ്ട് വൈ ആയിട്ട് എടുത്ത്. ഇനി X + Y ഈ 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 lakh ആണ്. X + Y = 1 lakh. അതൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്കീമിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7%, സെക്കൻഡ് സ്കീമിൽ റേറ്റ് 6% ആണ്. ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. I1, അത് I1 എന്ന് കൊടുക്കാം. I = PNR, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത് I = PNR. അപ്പം ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് I1 = P. P എന്താണ്? എമൗണ്ട് X ആണ്. X ഇൻറ്റു ഇയർ, ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഇയർ 1 ആണ്. 1 ഇൻറ്റു റേറ്റ് 7% ആണ്. 7%, ദാറ്റ് ഇസ് 7/100. അതായത് ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് റേറ്റ് R = 7%, സെക്കൻഡ് സ്കീമിലെ റേറ്റ് 6% ആണ്. അപ്പോൾ ഇതെന്ത് വരും? 7x/100 ആണ് I1, ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ്. ഇനി സെക്കൻഡ് സ്കീമിലെ ഇൻട്രസ്റ്റ് I2 എന്ന് എടുക്കാം. I2 = P എന്താണ്? Y ഇൻറ്റു ഇയർ 1 ഇൻറ്റു റേറ്റ് 6 ആണ്. അപ്പം 6/100, ദാറ്റ് ഈസ് 6y/100. ഇനി ഈ 2 ഇൻട്രസ്റ്റും കൂടി കൂട്ടിയാൽ എത്രയാണെന്നുള്ളത് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. 6,750. I1 + I2 6,750 rupees തന്നിട്ടുണ്ട്. പിന്നെ I1 എന്താണ്? 7x/100, 7x/100 പ്ലസ് 6y/100 = 6,750. ഇനി ഇവിടെ നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ, അല്ലെങ്കിൽ ഛേദങ്ങൾ സെയിം ആണ്, അപ്പം അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 7x + 6y / 100 = ഇനി ഈ 100 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം 7x + 6y = ഈ 100 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 100. 7x + 6y = ഇവിടെ 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം അടുത്ത ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു
വേരിയബിളിന് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 lakh ആണ്. അപ്പോൾ ഒന്നുകിൽ എക്സിന് എടുക്കാം അല്ലെങ്കിൽ വൈക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ വൈക്ക് എടുക്കുകയാണ്. വൈ ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 lakh മൈനസ് എക്സ് ആണ്. അപ്പം ഈ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? 7x പ്ലസ് 6 ഇൻറ്റു വൈക്ക് പകരം 1 lakh മൈനസ് എക്സ് മൈനസ് എക്സ്. 7x പ്ലസ് 6y, വൈക്ക് പകരമാണ് ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു പിന്നെ ഇവിടെ ഉള്ളത്. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ 6 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 7x പ്ലസ് 6 ഇൻറ്റു 1 lakh മൈനസ് 6x. 7x മൈനസ് 6x എന്താണ്? എക്സ്. പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പം മൈനസ് ആവും. മൈനസ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇത് മൈനസ് ചെയ്യുമ്പം 75,000. അപ്പോൾ എക്സ് കിട്ടി 75,000. ആദ്യത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് 75,000. അപ്പോൾ ഇനി വൈ കണ്ടുപിടിക്കാമല്ല. വൈ സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1 lakh നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ₹25,000. അപ്പോൾ രണ്ട് ആൻസറും കിട്ടി. ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തത് 75,000ഉം സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 25,000. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the speed at time t seconds is u plus at. The speed at 1 second is 5 meter per second and at 5 seconds 13 meter per second. What is the rate at which speed is increasing? What was the starting speed? നമ്മൾ ഫിസിക്സിൽ പഠിച്ച കുറച്ച് ടേംസ് നോക്കാം. യു ഇനീഷ്യൽ വെലോസിറ്റി, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള തുടക്കത്തിലുള്ള വെലോസിറ്റി. അതുപോലെ വി ഫൈനൽ വെലോസിറ്റി. അതുപോലെ എ പഠിച്ചിട്ടില്ലേ? എ എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇനീഷ്യൽ സ്പീഡ്, അതായത് യു. ഇനീഷ്യൽ സ്പീഡ് എന്താണ്? ഇനീഷ്യൽ സ്പീഡ് യു മീറ്റർ പെർ സെക്കൻഡ്. യു മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് ഇനീഷ്യൽ സ്പീഡ്, അതായത് സ്റ്റാർട്ടിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇനി റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ്, അതായത് ആക്സിലറേഷൻ എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ് എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? സ്പീഡ്. സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അത് തന്നെയാണ് ഇവിടെ. സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ കണ്ടീഷൻസ്. ടൈം 1 സെക്കൻഡ് ആവുമ്പോൾ 1 സെക്കൻഡ് ആവുമ്പോൾ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും, അതുപോലെ ടൈം 5 സെക്കൻഡ് ആവുമ്പോഴും ഉള്ള സ്പീഡ് എന്താണ്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് യു ആൻഡ് എ. യുവും എയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, അതായത് ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? സ്പീഡ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 ആണ്. 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു ടൈം എന്താണ്? 1. ഇത് നമുക്കൊന്ന് തിരിച്ചെഴുതാം. അതായത് യു പ്ലസ് എ എന്ന് തന്നെ വരും. എ ഇൻറ്റു 1 എ. യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അറ്റ് ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആകുമ്പോൾ സ്പീഡ് എന്താണ്? 13. 13 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 5. അതായത് ഇവിടെ യു പ്ലസ് 5a. ഇതും ഇതുപോലെ തിരിച്ചെഴുതാം. യു പ്ലസ് 5a is equal to 13. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇനി സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് ഒന്നില്ലെങ്കിൽ യുവിനോ അല്ലെങ്കിൽ എയിനോ ഒരു വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. അതിൽ നിന്ന് നമുക്കിവിടെ യുവിന് എന്തെഴുതാം? യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. അത് ഈ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? യു എന്താണ്? 5 മൈനസ് എ. അപ്പോൾ ഇവിടെ യു അല്ലേ? 5 മൈനസ് എ പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് 5a ഇസ് ഈക്വൽ ടു 13. മൈനസ് എ പ്ലസ് 5a എന്താണ്? പ്ലസ് 4a. അപ്പോൾ 5 പ്ലസ് 4a ഇസ് ഈക്വൽ ടു 13. ദെയർഫോർ 4a ഇസ് ഈക്വൽ ടു ഈ 5 ഇപ്പുറത്തേക്ക് വരും. 13 മൈനസ് 5 അതായത് 8. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 4, 2. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. എ ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ആൻസർ കിട്ടി. ഇനി യു കണ്ടുപിടിക്കണം. യു ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് യു കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. അതിൽ കൊടുക്കാം യു പ്ലസ് എ. എ എന്താണ്? 2 ഇസ് ഈക്വൽ ടു 5. ദെയർഫോർ യു ഇസ് ഈക്വൽ ടു 5 minus 2, that is 3 meter per second. ഇപ്പോൾ യുടെയും എയുടെയും വാല്യൂ കിട്ടി. ആക്സിലറേഷൻ ഞാൻ 2 meter per second. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി 3 meter per second. ആക്സിലറേഷൻ 2 meter per second സ്ക്വയർ.